കാസർഗോഡ് ആദിവാസി ഉന്നതികളിലെ വീട് നിർമ്മാണത്തിലെ അപാകതയിൽ കർശന നടപടിക്ക് സർക്കാരിന് ശുപാർശ ചെയ്യാൻ പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ വീട് നിർമ്മാണത്തിന് പണം നൽകുന്നതിന് പകരം കൺസ്ട്രക്ഷൻ വിംഗ് രൂപീകരിക്കാൻ നിർദ്ദേശം നൽകും. വീട് പൂർണ്ണമായും നിർമ്മിച്ചു നൽകുന്ന രീതിയിലേക്ക് സർക്കാർ മാറണമെന്നും കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ 24-നോട് പറഞ്ഞു. അരുൺ പാറയ്ക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരള സംസ്ഥാന പട്ടികവർഗ പട്ടികജാതി ഗോത്ര കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ സർ നമുക്കൊപ്പം ചേരുകയാണ്. നമ്മുടെ ഈ വയനാട്, ഇടുക്കി, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളിലും ഈ ആദിവാസി ഉന്നതികളിൽ ഉള്ള ആളുകൾക്ക്, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സർക്കാർ ലൈഫ് മിഷനിലും പ്രധാനമന്ത്രി ആവാസ് യോജനയിലൊക്കെ വീടുകൾ നൽകുന്നുണ്ട്. പക്ഷേ നമുക്കത് അവർ പരാതിയൊന്നും തരേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ പോയി നോക്കുമ്പോൾ തന്നെ, അതായത് ഒരു പൗരൻ എന്ന രീതിക്ക് അവിടെ പോയി നോക്കുമ്പോൾ തന്നെ പല വീടുകൾക്കും ചുമര് മാത്രമേ ഉണ്ടാവുള്ളൂ. പലതും 3 മാസം മുൻപ് കെട്ടിത്തീർന്ന വീടുകൾ ഇപ്പോൾ 3 മാസത്തിന് ശേഷം ചോർച്ച സംഭവിച്ച് ടാർപോളിയും വെച്ച് കഴിയുന്ന പല കുടുംബങ്ങളുണ്ട്. ഇവർക്ക് ഇത് നേരിട്ട് ഇപ്പോൾ കമ്മീഷനെ സമീപിക്കാനോ അല്ലെങ്കിൽ എന്താണ് ഇതിൽ സംഭവിച്ച് അഴിമതിയുണ്ടോ, ആരാണ് ഇവരെ കബളിപ്പിച്ച് എന്നൊക്കെ അന്വേഷിക്കാനോ ഈ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അതിനുള്ളൊരു ശേഷിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ കമ്മീഷൻ്റെ പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് നടപടിയായിരിക്കും നമ്മൾ സ്വീകരിക്കുക? അല്ല, കമ്മീഷൻ്റെ ശ്രദ്ധയിൽ വളരെയധികം പെട്ടിട്ടുണ്ട് ഇത്. അതുമാത്രമല്ല, ഈ പറഞ്ഞതൊക്കെ 100% സത്യമാണ്. കാരണം എൻ്റെ പേഴ്സണൽ പരിശോധനയിൽ ഞാൻ ഏകദേശം 21 കോളനികൾ ഇതിനകം 1.5 വർഷത്തിനിടയിൽ സന്ദർശിച്ചിട്ടുണ്ട്. 21 കോളനികളിൽ ഈ പറഞ്ഞതുപോലെ വീട് പണിയുന്നതിൽ അവർക്ക് കാശ് കൊടുക്കും. 6 ലക്ഷം രൂപ കൊടുക്കും. ഈ 6 ലക്ഷം രൂപ അവർക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് അവർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അവരത് കോൺട്രാക്റ്റ് വർക്കിന് കൊടുക്കും. കോൺട്രാക്റ്റുകാരൻ അതിന് ഏകദേശം 4% കൈക്കലാക്കും. അതാണല്ലോ സ്വാഭാവികമായിട്ട്. വിജിലൻസിൻ്റെയൊക്കെ നിരീക്ഷണത്തിലാകുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടില്ല. ഞങ്ങളത് ചർച്ച ചെയ്തിട്ട് കമ്മീഷനിൽ തീരുമാനിച്ചിട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും ഈ വിഭാഗത്തിന് വേണ്ടിയിട്ട് സഹായിക്കാൻ സർക്കാർ ഏർപ്പാടാക്കിയ ST പ്രൊമോട്ടർമാരാണ് ഈ കോൺട്രാക്ടർമാർക്ക് കൂട്ടുനിൽക്കുന്നൊരു സാഹചര്യം കാണുന്നത് സമൂഹത്തിൽ. അതിനെക്കുറിച്ച് ഒരു വലിയൊരു അഭിപ്രായം ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്കതിനെപ്പറ്റി വ്യക്തമായി അറിയില്ല. പക്ഷേ ST പ്രൊമോട്ടർമാരുടെ സേവനം കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് മറ്റ് മേഖലയിൽ ആവശ്യമുണ്ട്. കാരണം ഇന്നിപ്പോൾ 2 ദേലമ്പാടി പഞ്ചായത്തിൻ്റെയും മറ്റൊരു പഞ്ചായത്തിൻ്റെയും 2 സ്ത്രീകളിവിടെ വന്നു. ലൈഫ് പദ്ധതിക്ക് വീട് വേണം. അപ്പോൾ ഇക്കൊല്ലത്ത് കഴിഞ്ഞു. അപ്പോൾ ആ സ്ത്രീകളെ 2 പേർക്കും അപ്പോൾ ഇക്കൊല്ലം നമുക്ക് കിട്ടില്ല. പഞ്ചായത്ത് സെക്രട്ടറിനെ വിളിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു ഈ വർഷത്തിൽ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് മാക്സിമം ചെയ്യാവുന്ന അടുത്ത വർഷം നിങ്ങളൊരു മുൻഗണന കൊടുത്ത് ഇവരെ പേര് നോട്ട് ചെയ്ത് കൊണ്ടുപോകണം. എന്നിട്ട് ഇവർക്കൊരു മുൻഗണന കൊടുക്കണം. ഇവർക്ക് ഇതിൻ്റെ സമയം കഴിഞ്ഞു പോയി എന്നുള്ള ഒരു വിവരം അവർക്കില്ല. അതാരാ കൊടുക്കേണ്ടത്? ST പ്രൊമോട്ടർമാർ കൊടുക്കേണ്ടതാണ്. അവർ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് TDOനോട്, ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരെ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്ന്. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഒരു ചാൻസും അവസരം എനിക്ക് കിട്ടണമെന്നാണ് ഞാൻ പറയുന്നത്. അത് മിക്കവാറും അത് ചെയ്യും. ഓക്കെ, സോ നൈസ്. അരുൺ പാറയ്ക്കൽ, 24, കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.